നിങ്ങൾ എത്ര പേർ അറിഞ്ഞു എന്നറിയില്ല. 2022 മാർച്ച് 22-ാം തീയതി കേരള സർക്കാർ ഒരു സർക്കുലർ ഇറക്കി. ഇനി മുതൽ സർക്കാർ സേവനങ്ങൾക്കായി നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ താഴ്മയായി അപേക്ഷിക്കുന്നു, താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നൊരു പ്രയോഗം വേണ്ട. അത്രയ്ക്ക് വിനയം അങ്ങോട്ട് വേണ്ട. അപേക്ഷ മാത്രം മതി. അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രം മതി. താഴ്മയായിട്ട് വിനീതരായി അപേക്ഷിക്കേണ്ട എന്നൊരു സർക്കുലർ. അതിൻ്റെ അർത്ഥം 2022 മാർച്ച് 22-ന് മുമ്പ് വരെ ഞാനും നിങ്ങളും നമ്മുടെ അച്ഛനമ്മമാരും മുതുമുത്തച്ഛന്മാരും ഒക്കെ വർഷങ്ങളായിട്ട് അപേക്ഷ താഴ്മയായി അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ എൻ്റെ പുരയിടത്തിൻ്റെ കരമടയ്ക്കുവാനായി വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട കളക്ടർ എൻ്റെ വീടിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, അങ്ങനെ എന്തിനും ഏതിനും താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ പരാതിക്ക് കേൾക്കുവാൻ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. എൻ്റെ കരമടയ്ക്കുവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എൻ്റെ സ്കൂളിലെ സ്റ്റൈഫൻഡ് കിട്ടുവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങനെ താഴ്മകളുടെ ബഹളമായിരുന്നു ഇത്രയും നാളായിട്ട്. ഗവൺമെൻറ് ഒരു ചെറിയ മാറ്റം വരുത്തി തന്നു. ഇനി താഴ്മ വേണ്ട. പക്ഷേ അവിടെ ഒന്നും നിൽക്കുന്നുണ്ട്, അപേക്ഷ. ശബ്ദതാരാവലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപേക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാടുണ്ട്. പ്രാർത്ഥന എന്ന അർത്ഥമുണ്ട്, യാചന എന്നാണ് കൂടുതൽ അർത്ഥം. നമുക്ക് അവകാശമില്ലാത്ത ഒരു കാര്യത്തിനായി കൈനീട്ടുക, അപേക്ഷിക്കുകയാണ്. ദൈവങ്ങൾ പോലും നമ്മുടെ അപേക്ഷ കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹായങ്ങൾ ചെയ്യുകയുള്ളൂ. ദൈവത്തോട് നമുക്ക് താല്പര്യപ്പെടാൻ പറ്റില്ല. ദൈവമേ എനിക്കൊരു കാറ് മേടിക്കണം, അത് ചെയ്തുതരാൻ താല്പര്യപ്പെടും നമ്മൾ പറയില്ല. അത് അപേക്ഷിക്കുകയാണ്. കാരണം നമുക്ക് അവകാശമില്ലാത്ത ഒന്നിനു വേണ്ടി ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ദൈവങ്ങൾ കേൾക്കുകയുള്ളൂ. ഓക്കെ, ദൈവങ്ങളാലും വിട്ടേക്കുക. പക്ഷേ നമ്മുടെ പണം കൊടുത്ത് നമ്മൾ നേടുന്ന സർവീസുകൾക്കും നമ്മൾ ഇത്രയും നാൾ അപേക്ഷിക്കുകയായിരുന്നു. ഇപ്പോഴും അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു താഴ്മ പോയെന്ന് മാത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസേഴ്സൊക്കെ പബ്ലിക് സർവൻസുകളാണ്. അതായത് പബ്ലിക്കിനെ സേവിക്കുവാൻ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ശമ്പളം മേടിക്കുന്നവരാണ്. ഇവർക്ക് ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ രസമുള്ള ഒരു വിളിപ്പേരുണ്ട്. സർ എന്നുള്ള ഇംഗ്ലീഷ് പദം മാറി സാർ എന്ന്, അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ മാഡം. ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് നിങ്ങൾ വില്ലേജ് ഓഫീസർ എനിക്കൊരു ആപ്ലിക്കേഷൻ തരുമെന്ന് പറയുമോ? ഇല്ല, സാർ എനിക്ക് ആപ്ലിക്കേഷൻ തരൂ. അത് പ്യൂണായാലും ഇനി സർക്കിൾ ഇൻസ്പെക്ടർ ആയാലും, ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഓഫീസർ ഉണ്ടോ, സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടോ എന്ന് ചോദിക്കില്ല, സാർ ഉണ്ടെന്ന് ചോദിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ വക്കീലന്മാർ സ്ഥിരം അനുഭവിക്കുന്ന കാര്യമാണ്. കാരണം അവിടെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളെ അഭിസംബോധന വക്കീൽ കയറിയിരിക്കുന്നതാണ്. മറിച്ച് നിങ്ങൾ ഇൻസ്പെക്ടർ നിങ്ങളോട് ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അപ്പം പ്രശ്നമായി. കാരണം ഇവരുടെ ഈഗോ വർക്കൗട്ടാവും. പിന്നെ എന്നാ നീ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി ചിന്തിക്കുന്നതാണ് കൂടുതൽ ആൾക്കാരും. അതായത് ഈ സാർ വിളി അറിയാതെ എല്ലാ ഉദ്യോഗസ്ഥരും എൻജോയ് ചെയ്തു തുടങ്ങുന്നു. ബോബൻ മാട്ടുമന്ത എന്ന ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഈ അപേക്ഷയിൽ നിന്ന് ഈ താഴ്മയായി എടുത്ത് കളയാനെങ്കിലും പ്രവർത്തിച്ചത്. അദ്ദേഹം വിവരാവകാശ പ്രകാരം ചോദിച്ചു, എന്തിനാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്? അത് നമ്മുടെ അവകാശമല്ലേ, അവകാശ പത്രികയല്ലേ, അവകാശപ്പെടുന്നതല്ലേ പറയേണ്ടതെന്ന് ചോദിക്കുന്നത്. ശരിയല്ലേ? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങളുടെ ആവശ്യമാണ്, അവകാശമാണ്. നിങ്ങൾ എന്തിനാണ് അപേക്ഷിക്കുന്നത്? എവിടെയും എന്തിനും എല്ലാം അപേക്ഷ. നിങ്ങൾ മത്സ്യം മേടിക്കാൻ പോകുന്നു. മത്സ്യ കച്ചവടക്കാരോട് നിങ്ങൾ എന്നിട്ട് 100 രൂപ കൊടുത്തിട്ട്, ഹലോ ബഹുമാനപ്പെട്ട മത്സ്യ കച്ചവടക്കാരാ, എനിക്ക് 100 രൂപയുടെ മീൻ തരൂ എന്ന് അപേക്ഷിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ കാശ് കൊടുക്കുന്നു, മേടിച്ചു പോകുന്നു, മീൻ മേടിക്കുന്നു, പോകുന്നു. നിങ്ങൾ പണം കൊടുത്ത് മേടിക്കുന്ന എല്ലാ സർവീസുകൾക്കും നിങ്ങൾ അപേക്ഷയോടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു വിവരാവകാശ പ്രകാരം ചോദിച്ചു, ആർക്കൊക്കെയാണ് ബഹുമാനം കിട്ടുന്നത്? നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അഭിസംബോധന ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കളക്ടർ, ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ, ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ, ഇങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. ഇവർ തിരിച്ച് നമ്മളോട് ബഹുമാനപ്പെട്ടതെന്ന് പറയാറുണ്ടോ? ഇല്ല. ഉദ്യോഗസ്ഥ പ്രമാണികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ബഹുമാനപ്പട്ടം ചാർത്തി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ആർക്കൊക്കെയാണ് ബഹുമാനപ്പട്ടം കിട്ടുക? അതിനൊരു ലിസ്റ്റ് തരൂ. ആരെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. ശരിയല്ലേ? വില്ലേജ് ഓഫീസറെ ബഹുമാനിക്കണം, അവിടുത്തെ ക്ലർക്കിനെ ബഹുമാനിക്കണം, ഇനി പഞ്ചായത്ത് ഓഫീസറെ ബഹുമാനിക്കണം, പോലീസിനെ ബഹുമാനിക്കണം, കളക്ടറെ ബഹുമാനിക്കണം. ഇവരെയൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട എന്നാണ് വെക്കുന്നത്. ഇനി സാർ വിളി എല്ലായിടത്തുമായി. സാർ, അതായത് എഴുതുന്ന ഫ്രം ടു വെച്ച ശേഷം സാർ എനിക്കെന്താണ്, അത് സ്ത്രീയാണോ പുരുഷനായിക്കോട്ടെ, സാർ ഒരു രീതിയായി മാറി. സാർ വിളി കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷ് കോളനി കാലം മുതൽ തന്നെയാണ് ഈ സർ വിളി വന്നത്. പ്രമുഖന്മാരെ അവർ അഭിസംബോധന ചെയ്തിരുന്ന ഒരു വിളിയാണ് സർ. ഇന്ത്യയിലേക്ക് വന്നപ്പോഴും അടിമകളായ നമ്മൾ അവരെ സർ എന്ന് വിളിക്കേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുവിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഈ സറും അവരുടെ അടിമത്വവും ഇപ്പോഴും നമ്മുടെ പേപ്പറുകളിലുണ്ട്. നമ്മുടെ ഭരണരീതികളിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. പൗരൻ ആണ് പ്രധാനം. പൗരൻ ആരോടും അപേക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇനിയും നമ്മുടെ സർക്കാരുകളും സിസ്റ്റവും തിരിച്ചറിയണം.
നിങ്ങളെ സാറേ എന്ന് വിളിക്കുവാനും നിങ്ങളെ ബഹുമാനിക്കുവാനും വേണ്ടിയല്ല പൗരൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓരോ സർവീസിനും നമ്മൾ ഗവൺമെൻറ്റിന് കാശ് കൊടുക്കുന്നുണ്ട്. ആ കാശ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്തിനാണ് സർ ഞാൻ അപേക്ഷിക്കുകയാണ്, താഴ്മയായി അപേക്ഷിക്കുകയാണെന്നൊക്കെ പറയേണ്ടി വന്നത്? എന്തായാലും പുരോഗമന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേകതയുണ്ടായി, ആ താഴ്മയായെങ്കിലും എടുത്തു കളഞ്ഞു. അത്രയും കുടുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല, അല്പം നിവർന്നുകൊണ്ട് നമുക്ക് ഇനി അപേക്ഷിക്കാം. എന്തായാലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അപേക്ഷ പൂർണ്ണമായിട്ടും മാറട്ടെ, അത് നമ്മുടെ അവകാശമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഇടണം. ഈ അപേക്ഷയ്ക്ക് പകരം നിങ്ങൾ കണ്ടുപിടിക്കുന്ന വാക്കെന്തായിരിക്കാം? ഏതായാലും അപേക്ഷയുടെ ഒരു ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണണമെന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപേക്ഷ. കാരണം ഞാൻ നിങ്ങൾക്ക് പണമൊന്നും തരുന്നില്ലല്ലോ.